അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. ആം ആദ്മി പാർട്ടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൗൺസിൽ യോഗം ചേർന്നു. നാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് സാജു പോൾ ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൗൺസിൽ യോഗം നാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് സാജു പോൾ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും അല്ലെങ്കിൽ അക്രമത്തിന്റെയും പേരിൽ വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിലേറിയ ഭരണകൂടങ്ങൾ ഇന്ന് രാജ്യത്ത് നൽകുന്ന സംഭാവനകൾ പൊതുകടം മാത്രമാണ് എങ്കിൽ ഈ സംസ്ഥാനത്തും രാജ്യത്തും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമായി നികുതി പണം ചെലവഴിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് എങ്കിൽ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തീരെഴുതുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് എങ്കിൽ, ജനാധിപത്യ രാജ്യത്തിന്റെ സ്വത്തിനും അധികാരവും അവകാശികൾ ജനങ്ങളാണ് എങ്കിൽ ആ അവകാശം ഇന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ നാം തിരിച്ചറിയണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിന് മാറ്റം വരണമെങ്കിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം സംസ്ഥാനത്ത് കർഷകരെ പ്രതികൂലമായി ബാധിച്ചതായും സപ്ലൈകോയിലെ ഭക്ഷണ സാധനങ്ങളുടെ അപര്യാപ്തതയും യോഗത്തിൽ ചർച്ച ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ റാത്തപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം. ചെറിയ ശബ്ദങ്ങളുടെ, ചെറിയ കൂട്ടങ്ങളുടെ ആവശ്യകത ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് ആം ആദ്മി പാർട്ടി ഓൾ ഇന്ത്യൻസിന്റെ പ്രസക്തി വരുന്നത്. നമുക്കറിയാം, എന്തെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ആർജവം നമ്മുടെ ഓരോ ഓൾ ഇന്ത്യൻസിനും ഉണ്ടാവണം. കാരണം നമ്മുടെ ലക്ഷ്യം വലുതും ദൂരത്തുമാണ്. നമ്മുടെ കൈപ്പിടിയിൽ നമുക്ക് എത്താവുന്ന ദൂരത്തല്ലത്, അത് കുറച്ച് അകന്നാണ് ഇരിക്കുന്നത്. പക്ഷേ അകലത്തിലേക്കുള്ള നമ്മളുടെ സമയം വളരെ കുറവാണ്. കുറഞ്ഞ സമയത്തിൽ വലിയൊരു ഒബ്ജക്റ്റീവിലേക്ക്, വലിയൊരു സാധ്യതകളിലേക്ക് നമ്മൾ നടക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ നടന്നാൽ പോരാ, സ്പീഡിൽ നടക്കണം. സംസ്ഥാന നേതാക്കളായ മോസസ് ഹെൻറി, റെനി സ്റ്റീഫൻ, സുജിത് കുമാരൻ, സബീന അബ്രഹാം, ജില്ലാ നേതാക്കളായ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത്, അബ്ദുൾ റഹീം, ജോസഫ് സേവിയർ, ഐസക് പോൾ, അതുൽ എബി, നിയോജക മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.